ക്രിറ്റിസിസം എന്നുള്ളത് മനോഹരമായിട്ട് 4 വാക്കാണ്. അപ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞല്ലോ, പിന്നെ ക്രിറ്റിസിസംകാരെ കണ്ടില്ലല്ലോ. 50 കോടി രൂപ വരെ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ വ്യവസായം ആരംഭിക്കാനായിട്ട് ഒരു ലൈസൻസും വേണ്ട. ചിലർ പറയും കേരള വ്യവസായത്തിനെ പറ്റി സ്ഥലമല്ല. നിങ്ങൾ 10,000 പേര് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്, അതിൽ 90% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. കേരളത്തിലെ കിറ്റക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര പേര് ജോലി ചെയ്യും? ഇവിടെ ഇനിയിപ്പോൾ വലിയ ടെക്സ്റ്റൈൽ മില്ല്, ഡൈയിങ്, ഇതൊന്നും കേരളത്തിലത്ര എളുപ്പമാവില്ല. 10,000 ജോലി സൃഷ്ടിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൻ്റെ 5 മടങ്ങാണ് 3,000 പേരുടെ ഒരു IT സ്ഥാപനം സൃഷ്ടിക്കുന്നത്. ഇന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ ഇൻ്റർവ്യൂ സീരീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണെയാണ്. പി രാജീവ്, മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ഇൻഡസ്ട്രീസ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് LLB കഴിഞ്ഞ് പൊളിറ്റിക്സിലും ചോക്കൻ ചീസ് മാതിരി പല ബന്ധമില്ലാത്ത മാതിരി നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ഇന്ന് പൊളിറ്റിക്സിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള പി രാജീവ് ആദ്യമായിട്ട് MLA ആവുന്നു, ആദ്യമായി തന്നെ മിനിസ്റ്റർ ആവും. ഇതിനു മുമ്പ് രാജ്യസഭയിൽ MP ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലത്തിനെ പറ്റി അവർ ഡൽഹിയിലുള്ള എൻ്റെ തന്നെ ജേർണലിസ്റ്റ് ഫ്രണ്ട്സ് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് MPs എവർ പ്രൊഡ്യൂസ്ഡ് ബൈ കേരള എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് മിസ്റ്റർ പി രാജീവ്. ഇൻഡസ്ട്രീസിനെ പറ്റി തന്നെ നമുക്ക് 100 odd ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് മീൻസ് നമുക്ക് പൊളിറ്റിക്സ് ഇല്ലേ ഒട്ടും. അതിൽ 100 odd ഇൻഡസ്ട്രീസിൽ നെറ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലോസാണ്. 3,219 crores ടോട്ടൽ ലോസ് ഉണ്ടാക്കി 1,500 സംതിങ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. നെറ്റ് ഇഫക്റ്റിൽ 1,719 crores ലോസാണ് ഇപ്പോൾ. അത് ഈ ഒരു മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടുള്ള മിനിസ്ട്രിയുടേതായിട്ടുള്ള പ്രവർത്തന ക്ഷമതയുടെ ക്ഷമതയില്ലായ്മയുടെയോ റിസൾട്ടല്ല. അതൊരു ഹിസ്റ്റോറിക്കൽ പോയിട്ടുള്ള എവല്യൂഷനായിരുന്നു. നമുക്കിതിനെ എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ഈ ലോസായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും? നമുക്ക് ഇതൊരു ബേർഡനായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും? എത്ര കാലം നിൽക്കാൻ പറ്റും? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് PSUs ആയിരിക്കും. PSUs ഗവൺമെൻറ് കീഴിൽ വരുന്ന. PSUവിൽ ഇപ്പോൾ നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന PSUs ആണ് പ്രധാനമായിട്ടും എനിക്ക് പറയാൻ കഴിയും. മറ്റ് PSUs പലതും സർവീസ് മേഖലയിലും മറ്റു വകുപ്പുകളുടെ കീഴിലാണ്. നമ്മൾ ഇൻഡസ്ട്രീസിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ 22 PSU ലാഭത്തിലായിരുന്നു. കഴിഞ്ഞ 2 വർഷം നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റാണ് മൊത്തം എടുക്കുകയാണെങ്കിൽ. നെറ്റ് പ്രോഫിറ്റ്, ലോസുകളും നെറ്റും, അതെ, പ്രോഫിറ്റ് ലാഭം. അതിലിപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പല PSUവിനും കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സൂര്യ വിജയത്തിനെ കുറിച്ചാണല്ലോ മീഡിയ റിപ്പോർട്ട്. അതിൽ തന്നെ നമ്മുടെ 4 PSUs ഉണ്ട്. കെൽട്രോൺ, അതുപോലെ TCC, KMML, SIFL, പിന്നെ KIL. 5 എല്ലാ പ്രോജക്ട്സിലും വന്നിട്ടുണ്ട്. അതെ, 5 PSUs ആയി ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റ് നന്നായി തന്നെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇപ്പം ഞങ്ങളൊരു ട്രാൻസിഷൻ ഒരു പ്രക്രിയ എന്ന നിലയിൽ ഒരു സംവിധാനം, ഇപ്പോൾ നേരത്തെ റിയാബായിരുന്നു, ഇപ്പോൾ അത് മാറി ബ്യൂറോ ഫോർ പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു പുതിയ സംവിധാനം വന്നു. കൊച്ചി BPCLൻ്റെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അതിനിപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മൾ പോൾ ആൻ്റണി കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു, കുറേ കൂടി ഒരു ഫിനാൻഷ്യൽ ഫങ്ഷണൽ ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ അവരുടെ ശുപാർശകൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡറുകൾ നന്നായി വന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെതായ ചില പ്രശ്നങ്ങളാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുറേ കൂടി PSUs മാറാൻ കഴിയും. അപ്പോൾ സ്റ്റേറ്റിന് ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ ഗവൺമെൻറ്റിന് വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഞങ്ങൾ പുതിയൊരു സ്ട്രാറ്റജി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ലാഭകരമായ PSUകൾ മറ്റ് PSUവിനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ റിവോൾവിംഗ് ഫണ്ട് കഴിയുമോ, അത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ PSU നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ HNL നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ലേലത്തിൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ നമ്മൾ ലേലത്തിൽ പിടിച്ചെടുക്കുമ്പോൾ എല്ലാ ബാധ്യതകളും അവർ ബിഡിങ്ങാണ്. എന്താണോ റേറ്റ് എല്ലാവരും അതിൽ എംപ്ലോയീസിൻ്റെ അവർ പറയുന്ന ലൈബിലിറ്റി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് പുതിയ ഇതായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തത്. പക്ഷെ നമ്മൾ അവിടുത്തെ എംപ്ലോയീസിനെ തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി അവിടെ നിയോഗിച്ചിട്ടുള്ളത്. നമുക്ക് നന്നായി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ PSUവിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാത്ത കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. എന്നാൽ ഒരു വ്യത്യാസം, ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നതോടേയിരിക്കുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് അല്ല PSU മത്സരക്ഷമമായിരിക്കണം, ലാഭകരമായിരിക്കണം. ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ എന്താണ് ആവശ്യം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പറ്റില്ല, അത് അവർ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഡയറക്റ്റ് ബോർഡിലും 2 എക്സ്പെർട്സിനെ വെച്ചു.
ഇപ്പോൾ മംഗലാപുരം റിഫൈനറി ഇ ഡി, അതുപോലെ IRS ഉദ്യോഗസ്ഥനായിരുന്ന അവരെല്ലാം ഇപ്പോൾ KMMന്റെ ബോർഡിലുണ്ട്. 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാ ബോർഡിലും വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ട്, അത് ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം ഓരോ കാലം പെൻഡിങ് ആയിരുന്നു. ഇപ്പം എല്ലാ വർഷവും അത് അപ് ടു ഡേറ്റ് ആകുന്ന. പക്ഷേ ഇപ്പോൾ 40% മാത്രം അപ് ടു ഡേറ്റ് ഉള്ളൂ. നമ്മുടേതിൽ ഒരു 99% അപ് ടു ഡേറ്റ് ആണ് ഇൻഡസ്ട്രീസിൻ്റെ. കഴിഞ്ഞ വർഷത്തെ വരെ അതിൽ ചെറിയ താമസം അതാത് സമയത്തോട്ട് CAG-യുടെ അവരുടെ ആൾ വിട്ടിട്ട് അവർ ഓഡിറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം വരെ എനിക്ക് 4 മറ്റാണ് ഇനി വരാനുള്ളൂ. എല്ലാം ഒരു 6 monthsൽ വരണ്ടേ ഇൻഡസ്ട്രീസിന്റെ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ട് പബ്ലിക് ഡൊമൈനിൽ ഇട്ടുകൂടാ? പബ്ലിക്കും കൂടി അറിയേണ്ടത്. അത് നമ്മൾ സാധാരണ നിയമസഭയിൽ സമർപ്പിക്കുക. കാരണം ഇതിന്റെ ഉടമസ്ഥ പബ്ലിക് ആണല്ലോ. സാധാരണ AGM കഴിഞ്ഞാൽ നമ്മളിത് നിയമസഭാ സമിതിക്ക് സമർപ്പിക്കും, നിയമസഭയിൽ സമർപ്പിക്കും. കാരണം ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുമ്പോൾ നിയമസഭയുടെ മുൻപിൽ വയ്ക്കുന്നു എന്നുള്ളതാണ്. അത് പ്രവർത്തന റിപ്പോർട്ടും വയ്ക്കും, CAG അവരുടെ AG ഓഡിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടും വയ്ക്കുന്നുണ്ട്. അത് പരമാവധി അപ്ഡേറ്റ്. നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ തന്നെയുണ്ട്, ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ MD-യുടെ ശമ്പളം തൽക്കാലം മാറ്റിവെക്കും. അവർക്ക് മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളം മാറ്റിവെക്കും. അത് ഞങ്ങൾ കർക്കശമായി നടപ്പിലാക്കി. നല്ല റിസൾട്ട് ഉണ്ട്. 10-15 വർഷത്തെ വരെ പെൻഡിങ് ഉള്ളതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ മിക്കവാറും ഓൾമോസ്റ്റ് അപ് ടു ഡേറ്റ്. പബ്ലിക് ഡൊമൈൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും കാണാൻ കൊടുത്തുകൊണ്ട് അത് നമുക്ക് ആലോചിക്കാതെ നമുക്ക് നിയമസഭ സമിതിയുടെ പരിശോധന കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഞങ്ങളെപ്പോലെ ജേർണലിസ്റ്റിന് അത് ചെയ്യുന്നത് തെറ്റില്ല. ഇവരുടെ പരിശോധന കഴിഞ്ഞാൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പബ്ലിക് സെക്ടർ പൊതുവെ ഈ രൂപത്തിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ട് ബോർഡിൽ ഗവൺമെൻറ് പ്രതിനിധികൾ പോകുമ്പോൾ അവരെങ്ങനെ പ്രവർത്തിക്കണം, അവർക്ക് നമ്മൾ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഓരോ സ്ഥാപനവും നിയമനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം വന്നു. ഒരു പബ്ലിക് സർവീസ് സെക്ടറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചു. അത് കംപ്ലീറ്റ് പ്രൊഫഷണൽസാണ്. ഇപ്പോൾ കഴിഞ്ഞ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാൻ ഡോക്ടർ VP ജോയ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാനായിട്ട് ശ്രീ രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ മെമ്പർമാരാണ്. MD മുതൽ താഴെത്തലം വരെയുള്ള എല്ലാ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ്സും എല്ലാ കമ്പനിയുടെ അവർക്ക് കിട്ടും. അത് താഴെയുള്ളവർക്ക് മിക്കവാറും ഓൺലൈൻ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സ്ഥാപനത്തിലും മാധ്യമങ്ങളോട് ഞാൻ ഇത് അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞു, പലരും പറയും ഇന്ന സ്ഥാപനത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ പലരും വരും. ഒരു കാര്യമില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻറ്റ് സംവിധാനമാണ്. അപ്പോൾ അത് നന്നായി തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് 22 ഇൻഡസ്ട്രീസ് ഉള്ളതെന്ന് പക്ഷേ അതിനകത്ത് വലിയൊരു പ്രോഫിറ്റബിലിറ്റി കോൺട്രിബ്യൂഷൻ ഇത് KMML-ന്റെ ആയിരിക്കാം. ആ KMML മാറ്റിവെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് സ്വാഭാവികമായിട്ട് KMML വലിയ സാധ്യതയുണ്ടല്ലോ. KMML-ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ശക്തമായി നിൽക്കുന്നത്. അത് മാറ്റിവെച്ചാൽ നെറ്റ് ലോസിന്റെ ആയിരിക്കും. അത് കറക്റ്റ് ആയിരിക്കും. കാരണം KMML-ന്റെ ആണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അതുകൂടി ചേരുന്നതാണ്. ചിലതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഓട്ടോകാസ്റ്റ് ഇതുവരെ ലാഭം ഉണ്ടാക്കാത്ത കമ്പനിയാണ്. ഇപ്പോൾ റെയിൽവേയുടെ കുറേ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഫണ്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 22,000 crores അടുത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രീസിന് വേണ്ടി മാത്രമല്ല, എല്ലാ PSUs-നും കൂടി ഏതാണ്ട് 62,000 crores ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ബട്ട് FY 21-22 എന്ന് പറയുന്ന നാട്ടിലെ ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും ടോട്ടൽ PSUs-ന് 11.89 crores മാത്രം ഡിവിഡൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും അത് സ്ട്രെസ് ചെയ്തുകൊണ്ട് ചെയ്യാം, എങ്ങനെ മുമ്പിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു ഇനി ഗവൺമെൻറ് ഇനി ഫണ്ട് ചെയ്യാൻ പറ്റില്ല, എത്രമാത്രം ഫണ്ട് ചെയ്യും, ഇനി എത്ര ഫണ്ട് ആവശ്യം വരും. അത് നമ്മുടെ ഓരോ സ്ഥാപനത്തിനും ഞാൻ പറയുമ്പോൾ എൻ്റെ വകുപ്പിനെ കുറിച്ച് ഞാൻ പറയുള്ളൂ. ഓരോന്നിലും നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് മിഡ് ടേം, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം ഗോൾസ് ഉണ്ട്. അതിന് ഓരോന്നിനും ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വേണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്നിച്ച് ഇപ്പോഴത്തെ ഒരു പൊതു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഇൻവെസ്റ്റ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇവരെ തന്നെ ബാങ്കബിൾ ആക്കുക. ബാങ്കബിൾ ആക്കണമെങ്കിൽ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ അത് അറ്റാച്ച് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥാപനങ്ങളും പറ്റും. ഇതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകാവുന്ന സ്ഥാപനങ്ങൾ അവർ ബാങ്കബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ കണ്ടെത്തിക്കൊള്ളണം. അവരുടെ ഉത്തരവാദിത്വമായിരിക്കണം. ബാങ്കിൽ ചെല്ലുക. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒരു പുതിയ സംവിധാനം എസ്ക്രോ അക്കൗണ്ട് ഉണ്ടാക്കും. വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കും. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ആ അക്കൗണ്ട് വഴി വരും. അപ്പോൾ നമ്മുടെ പണം തിരിച്ചു പിടിക്കും, ബാക്കി അവർ കൊടുക്കും. അപ്പോൾ അത് മറ്റു രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ചില സ്കീമുകളും നമ്മൾ ആരംഭിച്ചു. അല്ല, ഇപ്പോഴത്തെ പ്രോജക്ട്സ് നേരത്തെ ചോദിച്ചാണ് ഒരു ടോട്ടൽ എത്ര റിക്വയർമെന്റ് ഉണ്ടാവും ഗവൺമെന്റ് പറ്റുമെന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ റിക്വയർമെന്റ് ഇമീഡിയറ്റ് റിക്വയർമെന്റ് അത് ഓരോ ടൈമിന് ഓരോന്നിനായിട്ടാണ്. ഇപ്പോൾ ഷോർട്ട് ടൈമിന് ഇത്ര, മിഡ് ടൈം ഇത്ര, ലോങ് ടൈം ഇത്ര എന്നുള്ളത് പ്രത്യേകം തന്നെ കണ്ടിട്ടുണ്ട്.
അത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിൽ ഞങ്ങളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രത്യേക സംവിധാനം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 7 സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. കെമിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, വുഡ് ഇൻഡസ്ട്രി. ഇതിനായി ഇൻഡസ്ട്രി 51 അതിലാണ് 22 ലാഭം ഉണ്ടാക്കിയ ഇൻഡസ്ട്രി. അത് സെക്ടർ വൈസ് ചെയ്തിട്ട് പ്ലാനും എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കൺസൾട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു PMU രൂപീകരിച്ചിട്ടുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് നടപ്പിലാക്കാൻ വേണ്ടി നേരത്തെ ബിനാനി സിംഗിന്റെ ഒക്കെ CEO ആയിരുന്ന ശ്രീ റോയ് കുര്യൻ, പിന്നെ അതെ അദ്ദേഹത്തിന്റെ വേറൊരു PMU ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ സംവിധാനം പ്രവർത്തിക്കും. 51 ഇൻഡസ്ട്രീസും എല്ലാം നിങ്ങൾ നേടുന്നത് ചിലതൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റുമോ? ചിലതൊക്കെ നമ്മളത് ആലോചിച്ചിട്ടില്ല. എന്നാൽ ചിലതൊക്കെ മെർജ് ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചിലത് സമാനമായ ഇൻഡസ്ട്രീസ് ഒന്നാക്കാൻ, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇതെല്ലാം കുറയ്ക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ കൊയർ കോർപ്പറേഷനും ഇവരും ഫോമാറ്റിക്സും 2 കമ്പനികൾ അതിപ്പോൾ ഒന്നാക്കുന്ന ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്പിന്നിങ് മില്ലുകൾ അത് കുറേ ഒന്നിച്ചാക്കുന്നതിലാക്കി. നമ്മൾ കേരളത്തിലെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ PSU ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ എങ്ങനെ കേരളത്തിൽ മറ്റ് ഇൻഡസ്ട്രി ശക്തിപ്പെടുത്താം, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് എങ്ങനെ ശക്തിപ്പെടുത്താം, അതിലാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ശക്തിപ്പെടുത്തുക, മറ്റ് മേഖല കൂടി കൊണ്ടുവരിക. അതിലിപ്പോൾ ഉള്ള റെവല്യൂഷൻ സ്റ്റെപ്സും സമൂഹത്തിൽ വേണ്ടത്ര വരാതെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എത്രയോ കാലമായിട്ടുള്ളതാണ്. അതിൽ ഒരു 60കൾക്ക് ശേഷം തുടർച്ചയായി വരുന്ന ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ പരിഹാരം കണ്ടേക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പുതിയ റൂളുകൾ വന്നു. ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമുക്കൊരു ഫാക്ടറി ആരംഭിക്കാറാകുമ്പോഴേക്കും ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വൈബിൾ അല്ല എന്ന് കണ്ടെത്തി വേറെ ഒന്നിലേക്ക് മാറണം. ഇപ്പോൾ അത് എളുപ്പമല്ല. അപ്പോൾ നമ്മളിപ്പോൾ 10,000 രൂപ എടുത്താൽ നിങ്ങൾക്ക് അത് മാറാനുള്ള പുതിയ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ഞാൻ കുറേ കാലം ഇൻഡസ്ട്രി കൊണ്ടുവരുന്നു, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കൈമാറണം. ഇപ്പോൾ കൈമാറൽ എളുപ്പമല്ല. അത് വന്നാൽ കൈമാറിയാൽ തന്നെ പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കും, പിന്നെ അത് കേസ് പോകും. അങ്ങനെ കുറേ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു 25,000 അടച്ചാൽ നിങ്ങൾക്ക് കൈമാറാൻ പറ്റും വേറൊരാൾക്ക്. ഇപ്പം ഞാനൊരു 51% കൂടുതൽ ഷെയർ കൊടുക്കണം. അത് നേരത്തെ സാധ്യമാവില്ല. അതിപ്പോൾ ആ രീതിയും അതിനകത്ത് മാറ്റം വരും. അല്ല, അതൊരു ഓപ്ഷൻ അല്ലേ ശരിയായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര കുറച്ച് കാലങ്ങളിൽ ലാസ്റ്റ് 20 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സിനുള്ളിൽ കൊണ്ടുവന്ന എല്ലാ പ്രോജക്ട്സും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുള്ള എല്ലാ പ്രോജക്ട്സിനും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതെല്ലാം ലാഭത്തിലുമുണ്ട്. ഓഫ് കോഴ്സ് കണ്ണൂർ എയർപോർട്ടൊന്നും ലാഭത്തില്ല. അത് വേറെ റീസൺസ് ആയിരിക്കാം. സെൻട്രൽ ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഫേം സ്റ്റാൻഡ് ആയിരിക്കാം. അപ്പോൾ സിയാൽ നോക്കുകയാണെങ്കിൽ ബാക്കി പല സംഗതികളും വളരെ പ്രോഫിറ്റ്. അപ്പോൾ എഫിഷ്യൻസി കൂട്ടാൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. പ്രൈവറ്റ് സ്റ്റേക്ക് വിത്ത് സ്റ്റേക്ക്. നമ്മുടെ പല PSU ഇൻഡസ്ട്രി പല യൂണിറ്റുകളിലും പ്രൈവറ്റൈസേഷൻ കുറച്ച് ഫണ്ടും റേസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പോളിസി വരുന്നില്ല. നമ്മൾ ഓൾട്ടർനേറ്റീവ് പ്രോട്ടലൈസ് ചെയ്യാന്നുള്ളൊരു പോളിസി ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് വരുന്നു, ഡയറക്ട് ബോർഡിലുള്ള ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വരുന്നു, ഓഡിറ്റിംഗ് വരുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ നമ്മൾ ഷെയർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ പരമാവധി എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ചെറിയൊരു പോർഷൻ പോലും നിങ്ങൾ കൊടുക്കാൻ ഇപ്പം നമ്മളത് നമ്മുടെ പരിഗണനയിലില്ല. നമ്മുടെ പോളിസിക്ക് കുറച്ച് എതിരായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൊണ്ടുവരുന്ന എല്ലാ പ്രോജക്ട്സ് നിങ്ങൾ PPP ആണ് എല്ലാത്തിലും. നമ്മൾ PPP അല്ല, പ്രൈവറ്റ് കൂടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ PSU നമ്മൾ സ്വകാര്യവൽക്കരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിൽ അത് ഞാൻ പറയാൻ വന്നത്, നമ്മളിപ്പോൾ നേരത്തെ വ്യവസായം പറയുമ്പോൾ നമ്മൾ ചിലർ പറയും കേരള വ്യവസായത്തിനെ പറ്റിയ സ്ഥലമല്ല. നമ്മൾ നേരത്തെ ഈ ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ റാങ്ക് 28ആയിരുന്നു ഈസ് ഓഫ് ഡൂയിങ്. ഇപ്പോൾ 15ആണ്. നന്നായി മെച്ചപ്പെട്ടു. നമ്മൾ വളരെ റൂൾസ് എല്ലാം സിംപ്ലിഫൈ ചെയ്തു. K-SWIFT വന്നു. 50 കോടി രൂപ വരെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ വ്യവസായം ആരംഭിക്കാനായിട്ട് ഒരു ലൈസൻസും വേണ്ട. 50 കോടിക്ക് മുകളിലുള്ള വ്യവസായമാണെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സോടു കൂടി അപേക്ഷ സമർപ്പിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടും. അതൊക്കെ പ്രാക്ടിക്കലായി തുടങ്ങിയോ? അതൊക്കെ സിംഗിൾ വിൻഡോ അതുകൊണ്ട് ഫിക്കി തന്നെ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് സിംഗിൾ വിൻഡോ സിസ്റ്റം കേരളത്തിലാണ്. അതിലാകെ പിന്നെ നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇതൊന്നും അറിയില്ല, നെഗറ്റീവായ കാര്യങ്ങൾ അറിയുള്ളൂ. ഈ കാര്യങ്ങൾ തന്നെ ഇത്രയും ഇതായി വന്നു. ഇപ്പോൾ K-SWIFT വന്നിട്ട് ഫിക്കി പോലെ സംവിധാനം പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ K-SMART LST തുടങ്ങി. ആകെ ഞങ്ങളുടെ ഒരു പ്രശ്നം വന്നിരുന്നത് K-SWIFT പോയാലും ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ നമ്പർ കിട്ടാൻ ചിലപ്പോൾ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു K-SWIFTൻ്റെ അക്നോളജ്മെൻറ്റ് നമ്പറിനെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായിട്ട് പരിഗണിക്കാം. പുതിയ ഉത്തരവ് ഇറങ്ങി. ആ ഉത്തരവ് ഇറങ്ങി 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരാൾ നമ്പർ കിട്ടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത്. ഉത്തരവ് ഇറങ്ങിയിട്ട് 5 ദിവസമായി, നവംബർ 1 ഇറങ്ങി. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ K-SMART ഇറങ്ങി. ഇപ്പം ഇവിടെ നിന്നിട്ട് ആപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഭൂമിയിൽ ലാൻഡിലേക്ക് പോയാൽ
ഇത് CRZ ആണോ വെറ്റ്ലാൻഡ് ആണോ എന്ന് ആപ്പ് പറഞ്ഞു. അറിയാൻ പറ്റും. ഇവിടെ എത്ര നിലയുള്ള കെട്ടിടം പണിയാൻ പറ്റും, ഇത് കമേഴ്ഷ്യലിലാണോ റെസിഡൻഷ്യലാണോ ഇൻഡസ്ട്രി ആണോ എന്ന് പറയും. അപ്പോൾ നമുക്ക് നിയമാനുസൃതം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ കമേഴ്ഷ്യലാണ്, പിന്നെ കമേഴ്ഷ്യൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉദ്യോഗസ്ഥർക്ക് വേറെ ഭാവനയില്ല. ഒരാൾ പറയണ കമേഴ്ഷ്യന് കുഴപ്പമില്ല തുടങ്ങിക്കോളാൻ പറയാൻ പറ്റില്ല. വളരെ കൃത്യമായി ഇപ്പോൾ കാണില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അന്ന് തന്നെ കിട്ടി തുടങ്ങി. ഇനി എല്ലാം അതിലേക്ക് മാറുകയാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെയും ആ മാറ്റം വന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷം സംരംഭക വർഷമായിട്ട് പ്രഖ്യാപിച്ചു ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. ഒരു വർഷം 1 ലക്ഷം സംരംഭം. നമുക്ക് 1,38,000 സംരംഭങ്ങളായിരുന്നു. ക്രിറ്റിസിസം വന്നില്ല. നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വസ്തുതകൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞല്ലോ, പിന്നെ ക്രിറ്റിസിസംകാരെ കണ്ടില്ലല്ലോ. ഇപ്പം നമ്മളത് നിങ്ങൾക്ക് എല്ലാ പഞ്ചായത്തിലും 1151 ഇന്ത്യൻസിന് വെച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട്. ക്രിറ്റിസിസം എന്നുള്ളത് മനോഹരമായിട്ട് 4 വാക്കാണ്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ MSME ആയിട്ട് ഇതിനെ അംഗീകരിച്ചു. എവിടെ വാർത്ത വന്നു? കേരള വിരുദ്ധരാണ് ഇവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾ. കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരരുത്. അല്ല, അങ്ങനെ വാർത്ത വരായികണ്ട, പോസിറ്റീവ് ന്യൂസ് വരണ്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട്. ശരിക്കും കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എനിക്ക് കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. കാണും ഫാക്ട് ആണോ അത്? മീഡിയ നിങ്ങളെ പറയേണ്ടത്. ഞാൻ പറയും, ഇപ്പൊ ഈ വാർത്ത 1 ലക്ഷം 7 ദിവസത്തിൽ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് പരാതി ഉണ്ടെങ്കിൽ, നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം കേരളത്തിലുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ആ തീരുമാനം നടപ്പിലാക്കണം. നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥനെ 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാനും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും ഈ കമ്മിറ്റിക്ക് സ്റ്റാറ്റ്യൂട്ടറി അധികാരമുണ്ട്. അത് അങ്ങേക്ക് അറിയോ? അറിയില്ലല്ലോ. വെച്ചാൽ മീഡിയക്കാർക്ക് പോലും അറിയില്ല. ഞങ്ങൾ പാസ്സാക്കിയത് 2 വർഷമായി. മീഡിയ എടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ആവശ്യമില്ല, നെഗറ്റീവ് കൊടുക്കുള്ളൂ.